അറസ്റ്റിലായ നടൻ അല്ലു അർജുൻ റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. പുഷ്പ 2 റിലീസിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് നടനെ അറസ്റ്റ് ചെയ്തത്. അതേസമയം ഹൈക്കോടതിയിൽ ഹർജി നിലനിൽക്കെ അറസ്റ്റ് എന്തിനെന്ന ചോദ്യവുമായി അല്ലു അർജുൻ. അല്ലുവിൻ്റെ അറസ്റ്റിൽ തെലുങ്ക് സിനിമാ ലോകത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ചലച്ചിത്ര മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണല്ലോ ഇന്ന് പുറത്തു വന്നത്. നടൻ അല്ലു അർജുൻ റിമാൻഡിലാവുന്നു. പുഷ്പ 2 സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിലാണല്ലോ അറസ്റ്റ്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അല്ലു അർജുനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്നാണ് ഏറ്റവും പുതിയൊരു വിവരമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് അല്ലു അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നമുക്കറിയാവുന്നതുപോലെ ഡിസംബർ 4 നടന്ന പുഷ്പ 2വിന്റെ പ്രീമിയർ ഷോയുമായി ബന്ധപ്പെട്ടുണ്ടായ ആ ആൾക്കൂട്ടത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഒരു വനിത മരിക്കുകയും കുറച്ചു പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിഷയത്തിലാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ പോലീസിന്റെ റിപ്പോർട്ടുകളിൽ വളരെ കൃത്യമായി പറയുന്നത് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ അല്ലു അർജുന്റെ ബൗൺസർമാരുണ്ടാക്കിയ അല്ലെങ്കിൽ അല്ലു അർജുന്റെ അംഗരക്ഷകരുണ്ടാക്കിയ തിക്കും തിരക്കിലുമാണ് ഇത്തരത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായതും ഉന്തും തള്ളും ഉണ്ടായതും അവരുടെ മരണത്തിലേക്ക് തന്നെ നയിക്കുന്ന ഒരു ജനക്കൂട്ടം ഉന്തും തള്ളും ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതുമെന്നാണ്. ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തത്തോടെയുള്ള പെരുമാറ്റം അല്ലു അർജുന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന ഒരു ന്യൂനതയും ഉണ്ടായതായി പോലീസ് വളരെ കൃത്യമായി കുറ്റാരോപണത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അല്ലു അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം തീർച്ചയായും നമുക്കറിയാവുന്നതുപോലെ ഹൈക്കോടതിയിൽ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പെൻഡിങ്ങിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് നടന്നതിന്റെ സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് ഹർജി പരിഗണിക്കപ്പെടുക അല്ലെങ്കിൽ അത് പരിഗണിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് പോലീസ് നീങ്ങുക എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതേസമയം വലിയ പ്രതിഷേധം അല്ലു അർജുന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് അരങ്ങേറുകയാണ്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, തെലുങ്ക് സിനിമാ മേഖലയിലെ തെലുങ്ക് സിനിമാ നടന്മാരായ ചിരഞ്ജീവി ഉൾപ്പെടെയുള്ളവർ അല്ലു അർജുന്റെ വീട്ടിലെത്തിയെന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതേസമയം രേവന്ത് റെഡ്ഡി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് എന്നും അറിയിക്കുന്നുണ്ട്. തീർച്ചയായും പുഷ്പ 2 സിനിമയുടെ തിക്കിലും തിരക്കിലും പെട്ട ഒരു യുവതി മരിച്ച സംഭവത്തിലാണ് അല്ലു അർജുൻ അറസ്റ്റിലായിട്ടുള്ളത്. ഈ നടനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ജാമ്യത്തിന് വേണ്ടി അല്ലു നൽകിയ ഹർജി ഇന്ന് തന്നെ കോടതി പരിഗണിക്കും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്.